ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മൂന്നാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൂന്നാം ക്ലാസ്സിൻ്റെ പരിസര പഠനം EVSൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നും അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കൂട്ടുകാരൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആക്ടിവിറ്റി നമ്പർ 1. Look at the picture. The given picture indicates a model of the earth that is brought by Shalu's class teacher to the classroom to study about the earth. അപ്പോൾ താഴെ കൊടുത്തുള്ള പിക്ചർ എന്ന് പറയുന്നത് നമ്മുടെ എർത്തിൻ്റെ ഒരു മോഡലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷാലുവിൻ്റെ ടീച്ചർ എർത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതെന്താണ് നമുക്ക് അറിയാം അല്ലേ. ഇതിൽ ഒന്നാമത്തെ ചോദ്യം, വാട്ട് വിൽ ബി ദ നെയിം ഓഫ് ദ ഗിവൺ മോഡൽ? ഈ മോഡലിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത്? ഗ്ലോബ് ആണ് അല്ലേ. അപ്പോൾ നമ്മളവിടെ എന്ത് എഴുതി കൊടുക്കണം? ഗ്ലോബ് എന്ന് എഴുതി കൊടുക്കുക. അടുത്ത ചോദ്യം, വിച്ച് കളർ ഈ സീൻ മോർ ഇൻ ദിസ് മോഡൽ? ഈ മോഡലിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കളർ ഏതാണ്? ബ്ലൂ കളറാണ് അല്ലേ, ബ്ലൂ കളറാണ്. വാട്ട് ഈസ് ദിസ് കളർ ഇൻഡിക്കേറ്റ്സ്? ഇത് എന്താണ് ഈ കളർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ കളർ എന്ന് പറയുന്നത് വാട്ടർ ആണ് അല്ലേ. വാട്ടർ അല്ലെങ്കിൽ എന്ത് എഴുതാം നമുക്ക്? സീ എന്നോ ഓഷ്യൻ എന്നോ നമുക്ക് എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കളേഴ്സും ഏതാണെന്നും അറിഞ്ഞിരിക്കണം. ഇനി ഇതിലെ ബി ചോദ്യം നോക്കാം. ഡിഡ്ന്റ് യു സീ ദ മാപ്പ്? വാട്ട് ദ തിങ്സ് ദാറ്റ് യു നോ അബൌട്ട് കേരളം? ഇപ്പം നിങ്ങൾ മാപ്പ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പം മാപ്പിൽ കണ്ടിട്ട് കേരളത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യമാണ് അറിയുന്നത്? ലുക്ക് അറ്റ് ദ മാപ്പ് കെയർഫുള്ളി ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ് ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്ത് ചെയ്യുക? മാപ്പ് നന്നായിട്ട് നോക്കുക, എന്നിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യണം? ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്ന ചോദ്യങ്ങൾ, ഫസ്റ്റ് വണ്, വെൻ ഈസ് കേരള ഫോർമേഷൻ ഡേ? എന്നാണ് കേരള പിറവി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്നായിരുന്നു? നവംബർ 14 ആണല്ലേ. അപ്പോൾ അവിടെ എന്ത് എഴുതി കൊടുക്കുക? നവംബർ 14. ഇനി ഹൗ മെനി ഡിസ്ട്രിക്ട് ആർ ദർ ഇൻ കേരളം? കേരളത്തിൽ എത്ര ഡിസ്ട്രിക്റ്റാണ് കൂട്ടുകാരെ ഉള്ളത്? കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? കേരളത്തിൽ 14 ജില്ലകളാണുള്ളത് അല്ലേ. അപ്പോൾ അവിടെ എന്ത് എഴുതി കൊടുക്കണം? 14 എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, 14. വിച്ച് ഈസ് യുവർ ഡിസ്ട്രിക്ട്? നിങ്ങൾ താമസിക്കുന്ന ജില്ല ഏതാണ്? അപ്പോൾ അതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും താമസിക്കുന്നത് വേറെ വേറെ ജില്ലകളിലായിരിക്കും അല്ലേ. അപ്പോൾ കൂട്ടുകാർ ഏത് ജില്ലയിലാണോ താമസിക്കുന്നത് അതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ലിസ്റ്റ് ദ നെയ്ബറിംഗ് സ്റ്റേറ്റ് ഓഫ് കേരളം? കേരളത്തിൻ്റെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? തമിഴ്നാട് ഒന്നെന്ന് പറയുന്നത് തമിഴ്നാടാണ് അല്ലേ. തമിഴ്നാടും അതുപോലെ കർണാടക, ഇത് രണ്ടുമാണ് കേരളത്തിൻ്റെ അയൽ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അയൽ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കേരളവും തമിഴ്നാടും ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, സർക്കിൾ ദ കറക്റ്റ് വൺ റിഗാർഡിംഗ് ദ സിംബൽസ് ഓഫ് അവർ കൺട്രി? നമ്മുടെ കൺട്രിയുടെ സിംബൽസ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നാഷണൽ ഫ്ലവർ കണിക്കൊന്ന, ലോട്ടസ്, റോസ്. ഏതാണ് നാഷണൽ ഫ്ലവർ എന്ന് പറയുന്നത്? അതിലേതാണ് ഉത്തരം? ലോട്ടസ് ആണ് നാഷണൽ ഫ്ലവർ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ലോട്ടസിൽ നമ്മൾ സർക്കിൾ ചെയ്ത് കൊടുക്കുക. ലോട്ടസ് സർക്കിൾ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ എനിമൽ ഏതാണ്? ടൈഗർ, എലിഫന്റ്, ലയൺ. ഏതാണ്? ടൈഗർ ആണ്. ഇനി അടുത്തത്, നാഷണൽ ബേർഡ് ഏതാണ്? ഹോർണിബിൾ അഥവാ മലമുഴക്കി വേഴാമ്പൽ, പാരറ്റ്, പീക്കോക്ക്. ഏതാണ്? പീക്കോക്ക് ആണ്. അപ്പോൾ അതിന് നമ്മൾ സർക്കിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ നാഷണൽ ഫ്ലവർ, എനിമൽ, ബേർഡ് എന്നുള്ളത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം നോക്കാം. ആക്ടിവിറ്റി നമ്പർ 2 ആണ്. റീഡ് കെയർഫുള്ളി ദ ഗിവൺ ഡയലോഗ്സ് ഓഫ് യുവർ ഫ്രണ്ട്സ്? നിങ്ങളുടെ ഫ്രണ്ട് പറയുന്ന ഡയലോഗ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വായിക്കുക. വിച്ച് കൈൻഡ് ഓഫ് ഫാബ്രിക്സ് ഓഫ് ക്ലോത്ത്സ് ഡു യു സജസ്റ്റ് ടു ഈച്ച് ദം ബേസ്ഡ് ഓൺ ദെയർ ഡിസ്കഷൻ? അപ്പോൾ അവരുടെ ഡിസ്കഷനെ ബേസ് ചെയ്തിട്ട് എത്തരത്തിലുള്ള ക്ലോത്ത്സ് അല്ലെങ്കിൽ ഫാബ്രിക്സ് ആണ് നിങ്ങൾ അവർക്ക് സജസ്റ്റ് ചെയ്യുന്നത്? ഫൈൻഡ് ആൻഡ് റൈറ്റ്, അത് റൈറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഫ്രണ്ട് പറയുന്നത്, വി ആർ ഗോയിങ് ടു ഊട്ടി? ഞങ്ങൾ ഊട്ടിയിലേക്ക് പോവുകയാണ്. ഇറ്റ്സ് റിയലി കോൾഡ് ദർ? അവിടെ എന്താണ്? നല്ല തണുപ്പുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പോകുന്ന ആളുകൾക്ക് നമ്മൾ എന്താ പറയുക? വൂൾ ഡ്രസ്സ് അല്ലെങ്കിൽ വൂൾ ക്ലോത്ത് ഇടാനാണ് പറയുക അല്ലേ. അപ്പോൾ വൂൾ എന്ന് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് വൺ, റെയിനി സീസൺ ഈസ് കമ്മിങ്? എന്താണ്? റെയിൻ, മഴക്കാലം വരികയാണ്. സോ ഐ നീഡ് ക്ലോത്ത്സ് വിച്ച് വിൽ ഡ്രൈ വെരി ഫാസ്റ്റ്ലി? വളരെ പെട്ടെന്ന് ഉണങ്ങുന്ന ഡ്രസ്സ് വേണം ഇടാൻ. അതേതാണ്? പോളിസ്റ്റർ ആണ്. ഓക്കെ, പോളിസ്റ്റർ. അപ്പോൾ ഇവിടെ പോളിസ്റ്റർ എന്ന് എഴുതി കൊടുക്കാം. ഇനി
അടുത്തത് ഹൗ ഹോട്ട് ഇറ്റ് ഈസ്, എന്ത് ചൂടാണ്. വി മസ്റ്റ് ഹാവ് ക്ലോത്ത്സ് വിച്ച് ആർ സ്യൂട്ടബിൾ ടു ഹോട്ട് ക്ലൈമറ്റ്, ഈ ഒരു ചൂടുള്ള കാലാവസ്ഥയിൽ ഇടാൻ പറ്റിയ ഡ്രസ്സ് വേണം നമ്മൾ ഇടാൻ. അതേതാണ്, കോട്ടൺ ആണ് അല്ലേ, കോട്ടൻ്റെ ഡ്രസ്സാണ് നമ്മൾ ചൂടിനൊക്കെ ഇടാറുള്ളത്. അപ്പോൾ അവിടെ കോട്ടൺ എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഓരോ സമയത്തും നമ്മൾ ധരിക്കേണ്ട എത്തരത്തിലുള്ള വസ്ത്രങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി ഇതിലെ ബി ചോദ്യം നോക്കാം. ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. ഇവിടെ താഴെയുള്ളതിൽ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് മനസ്സിലാക്കുക. റബ് യുവർ ഐസ് വെൻ ഡസ്റ്റ് ഫോൾസ് ഇൻ ടു ദം, എന്താണ്, കണ്ണിലേക്ക് പൊടി വീണ് കഴിഞ്ഞാൽ നമ്മൾ അത് നന്നായിട്ട് തിരുമ്പുക, ചെയ്യാൻ വേണ്ടി പാടോ ഇല്ല, അപ്പം അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. യൂസ് ടൂത്ത് പേസ്റ്റ് ഓൺ ബേൺസ് ഓർ ബേൺ റീജിയൻ, എന്താണ്, നമ്മൾ പൊള്ളിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ടൂത്ത് പേസ്റ്റ് തേക്കണം, അതും ശരിയായിട്ടുള്ള കാര്യമല്ല, തെറ്റാണ്. അതുപോലെ ഡോൺ ഇൻസേർട്ട് ഒബ്ജക്റ്റ് ഇൻ ടു ദ ഇയർ, നിങ്ങൾ എന്താണ് ചെവിയുടെ ഉള്ളിലേക്ക് എന്തിടരുത്, എന്തെങ്കിലുമൊക്കെ ഒബ്ജക്റ്റും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കരുത്, അതാണ് ശരിയായിട്ടുള്ള കാര്യം. ഇഫ് യു ഹിറ്റ് യുവർ ഹെഡ് ആൻഡ് ഗെറ്റ് സ്വെല്ലിംഗ് റബ് ഇറ്റ് ഫോഴ്സ്ലി, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് തല ഇടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കണം, തിരുമ്മി കൊടുക്കണം, അതും ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് ഏതാണ്, ഇത് മാത്രമാണ്, അതാണ് ഇങ്ങോട്ട് എടുത്തെഴുതേണ്ടത്, ഡോൺ ഇൻസേർട്ട് ഒബ്ജക്ട്സ് ഇൻ ടു ദ ഇയർ എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത വണ്ണ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതിലെ സി ആണ്. കുട്ടൻ ഡിസൈഡഡ് ടു മേക്ക് എ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇൻ ഹിസ് ഹോം, കുട്ടൻ തീരുമാനിക്കുകയാണ് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് വീട്ടിലുണ്ടാക്കണമെന്ന് തീരുമാനിക്കുകയാണ്. സോ ഹേ ഫ്രണ്ട്സ്, ഡിഡിൻറ്റ് യു സീ മൈ ഫസ്റ്റ് എയ്ഡ് ബോക്സ്, നിങ്ങൾക്ക് എൻ്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കാണണോ? Can you suggest any 4 items that must have in a first aid box? ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉണ്ടായിരിക്കേണ്ട ഏതെങ്കിലും 2-3 സാധനങ്ങളുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ എഴുതാം? ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ കോട്ടൺ ഉണ്ടായിരിക്കണം അല്ലേ, ഒരു കോട്ടൺ ഉണ്ടായിരിക്കണം, കോട്ടൺ. അതുപോലെ തന്നെ ക്ലോത്ത് ഉണ്ടായിരിക്കണം, നമുക്ക് മുറിവൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് കെട്ടാനുള്ള കോട്ടൺ ഉണ്ടായിരിക്കണം, ക്ലോത്ത് ഉണ്ടായിരിക്കണം, കോട്ടൺ ഉണ്ടായിരിക്കണം. അതുപോലെ ബാൻഡേജ് ഉണ്ടായിരിക്കണം. ഓക്കെ, ബാൻഡേജ്. ദെൻ സിസേഴ്സ്. ഇതൊക്കെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉണ്ടായിരിക്കേണ്ട സാധനങ്ങളാണ്. ഇനി ആക്ടിവിറ്റി നമ്പർ 3 ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. നെയിം ഓഫ് ഡിഫറെൻറ്റ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദെയർ സർവീസസ് ഓഫ് സ്നേഹപുരം വില്ലേജ് ആർ ലിസ്റ്റഡ് ഇൻ ദ നോട്ടീസ് ബോർഡ്. അപ്പോൾ സ്നേഹപുരം വില്ലേജിലെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കുറച്ച് ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. ഫിൽ ഇറ്റ് സ്യൂട്ടബിളി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഫസ്റ്റ് വണ് സർവീസ് തരുന്നത് എന്തൊക്കെയാണ്? റിസീവിങ് ഡെപ്പോസിറ്റ്, പ്രൊവൈഡിങ് ലോൺസ്. ഇത് രണ്ടും തരുന്നത് എവിടെയാണ് കൂട്ടുകാരെ? ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് അല്ലേ. എവിടെയാണ് ഇതൊക്കെ കിട്ടുന്നത് നമുക്ക്? ബാങ്കിലാണല്ലേ, ബാങ്കിലാണ് ലോൺസും ഡെപ്പോസിറ്റും ഒക്കെ നടക്കുന്നത്, ബാങ്കാണ്. അപ്പോൾ ഈ പിക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, ബാങ്ക് എന്ന് എഴുതി കൊടുക്കാം. നെക്സ്റ്റ് വണ് പോസ്റ്റ് ഓഫീസ് കൊടുത്തിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസിൽ കിട്ടുന്നത് എന്തൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ആണ് പോസ്റ്റ് ഓഫീസിൽ കിട്ടുന്ന ഒരെണ്ണം, ഒരു സർവീസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്. ഓക്കെ, അതുപോലെ റിസീവിങ് ഡെപ്പോസിറ്റ്, ഡെപ്പോസിറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അവിടുന്ന് റിസീവ് ചെയ്യാൻ വേണ്ടി പറ്റും. റിസീവിങ് ഡെപ്പോസിറ്റ്സ്. ഓക്കെ, അത് രണ്ടും അവിടെ എഴുതി കൊടുക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തത് ഇതിലെ ബി ചോദ്യമാണ്. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ കെയർഫുള്ളി. താഴെയുള്ള പിക്ചേഴ്സ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. റൈറ്റ് ഡൗൺ ദ ആൻസേഴ്സ് ഓഫ് ഫോർ ദ ആൻസേഴ്സ് ഗിവൺ ബിലോ. അവിടെ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ, താഴെ കൊടുത്തുള്ള ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കണ്ടെത്തണം. ഫസ്റ്റ് വന്ന് നോക്കൂ, എന്ത് പിക്ചറാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. റൈറ്റ് ദ നെയിം ഓഫ് ദ ഹൗസ് ഫൗണ്ട് ഇൻ സ്നോ ഏരിയ. സ്നോയി ഏരിയ ദാറ്റ് ആർ ഇറ്റ്സ് സ്പെഷ്യൽ ഫീച്ചേഴ്സ്. എന്താണ് സ്നോയി ഏരിയയിൽ കാണപ്പെടുന്ന ഈ ഹൗസിൻ്റെ പേരെന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ പേരെന്താണ് കൂട്ടുകാരെ? ഇതിൻ്റെ പേര് ഇഗ്ലൂ എന്നാണ് അല്ലേ. അപ്പോൾ അവിടെ എന്ത് എഴുതി കൊടുക്കണം? ഇഗ്ലൂ എന്ന് എഴുതി കൊടുക്കുക. നെയിം ഇഗ്ലൂ. ദെൻ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? ഹൗസസ് ഫൗണ്ട് ഇൻ സ്നോയി ഏരിയ മെയ്ഡ് അപ്പ് ഓഫ് ഐസ് ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ അവിടെ എഴുതി കൊടുക്കുക ഹൗസസ് ഫൗണ്ട് ഇൻ സ്നോയി ഏരിയ then made up of ice blocks. ഓക്കെ, ഐസ് ബ്ലോക്സ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അടുത്തത്, there are huge buildings with many floors found in cities. സിറ്റീസിൽ കാണുന്ന ഒരുപാട് ഫ്ലോർ ഉള്ള ഒരു കെട്ടിടമാണ്.
ദെൻ ക്യാൻ യു സേ ഇറ്റ്സ് നെയിം, ഇതിൻ്റെ പേരൊന്ന് നിങ്ങൾ പറയാമോ? അതുപോലെ തന്നെ ഡോണ്ട് ഫോർഗെറ്റ് ടു മെൻഷൻ ഈ സ്പെഷ്യൽ ഫീച്ചേഴ്സ്, ഇതിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എഴുതാനും നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, എന്താണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത്? ഇത് ഫ്ലാറ്റ് ആണല്ലേ, സോ ഫ്ലാറ്റ് എന്ന് എഴുതി കൊടുക്കുക. ഇത് വേറെ നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? ഇറ്റ്സ് ഫ്ലോർസ് ഫൗണ്ട് ഇൻ സിറ്റീസ് എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, ദെൻ ഇറ്റ്സ് ഹാവ് ലോട്ട് ഓഫ് എന്തുണ്ട്? ഫ്ലോർസ് എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ 2 പോയിന്റ് നിങ്ങൾ എഴുതിയാൽ മതി. സി, സെലക്ട് ദ ഓർഗാനിസംസ് വിച്ച് ഡസ് നോട്ട് ബിൽഡ് ഇറ്റ്സ് നെസ്റ്റ് ആൻഡ് നോട്ട് ലീവ് ഇൻ ഗ്രൂപ്പ്സ്. അപ്പോൾ ഒരു ഓർഗാനിസം ആണ്, അതെന്താണ്? അതിന് വീടൊന്നും അത് ഉണ്ടാക്കില്ല, മാത്രമല്ല ഗ്രൂപ്പായിട്ടല്ല അത് ജീവിക്കാറുള്ളത്. അത് ഏതാണെന്നറിയോ? സ്ക്യൂരലാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആക്ടിവിറ്റി നമ്പർ 4 ആണ്. ദീപു ഈസ് പ്രിപ്പയറിംഗ് എ ചാർട്ട് ഫോർ എൻ എക്സിബിഷൻ റിലേറ്റഡ് ടു റോഡ് സേഫ്റ്റി. റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദീപു എന്ത് ചെയ്യാണ്? ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യാണ്. ലുക്ക് അറ്റ് ദ ട്രാഫിക് സിഗ്നൽ ഡ്രോൺ ബൈ ദീപു. അപ്പോൾ ദീപു ഉണ്ടാക്കിയിട്ടുള്ള ട്രാഫിക് സിഗ്നലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. റൈറ്റ് ദ കളേഴ്സ് ഓഫ് ഈച്ച് സിഗ്നൽ ആൻഡ് വാട്ട് ഡസ് ദേ ഇൻഡിക്കേറ്റ്. അപ്പോൾ ഓരോ കളേഴ്സും ഏതാണ്, അതിന് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും എഴുതി കൊടുക്കുക. ഡോണ്ട് ഫോർഗെറ്റ് ടു കളർ ദ സിഗ്നൽ ലൈറ്റ്. സിഗ്നൽ ലൈറ്റിന് കളർ കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? റെഡ് കൊടുക്കാം അല്ലേ? റെഡ് ഇവിടെ റെഡ് കളർ നിങ്ങൾ കൊടുക്കുക. അതിനെന്താണ്? അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് എന്നുള്ളതാണല്ലേ, നിർത്തുക എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് യെല്ലോ കൊടുക്കാം. ഓക്കെ, യെല്ലോ കൊടുക്കാം. എന്തെഴുതി കൊടുക്കാം? യെല്ലോ, ഇവിടെ യെല്ലോ എന്ന് എഴുതി കൊടുക്കുക. യെല്ലോ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? വെയിറ്റ് എന്നാണ് അല്ലേ, നിങ്ങൾ നിൽക്കുക, റെഡി ആവുക എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രീൻ ആണ്. ഗ്രീൻ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഗ്രീൻ എന്ന് എഴുതുക. ഗ്രീൻ പറയുന്നത് ഗോ എന്നുള്ളതാണ് അല്ലേ, പോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ഓരോ കളറും അത് കളർ കൊടുക്കുക, അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നും എഴുതി കൊടുക്കുക. നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാം. ഇതിലെ ബി ചോദ്യമാണ്. ഈ ന്യൂസ് പേപ്പേഴ്സ് ഡെയിലി വി ഹാവ് സീൻ സെവറൽ ന്യൂസ് റിഗാർഡിംഗ് റോഡ് ആക്സിഡൻസ്. റോഡ് ആക്സിഡൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ന്യൂസൊക്കെ നമ്മൾ ഡെയിലി കാണാറുണ്ട് അല്ലേ. ദെൻ വാട്ട് ആർ ദ റീസൺസ് ഫോർ ദീസ് റോഡ് ആക്സിഡൻസ്. എന്താണ് ശരിക്കും റോഡ് ആക്സിഡൻസിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്? റൈറ്റ് എനി 4 റീസൺസ് ദാറ്റ് യു ഹാവ് ഫൗണ്ട്. നിങ്ങൾ കണ്ടെത്തിയ ഏതെങ്കിലും ഒരു 4 റീസൺ എഴുതാനാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത് കൂട്ടുകാരെ? ഒരുപാട് റീസൺസ് ഉണ്ടല്ലേ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓവർ സ്പീഡ് തന്നെയാണ്. അപ്പോൾ അവിടെ എന്ത് എഴുതുക? ഓവർ സ്പീഡ് എന്നുള്ളത് ഒന്നാമത്തെ റീസൺ ആയിട്ട് എഴുതി കൊടുക്കാം. ഓവർ സ്പീഡ്. ഇനി രണ്ടാമത് എന്ത് എഴുതി കൊടുക്കാം? കെയർലെസ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആണല്ലേ, കെയർലെസ് ഡ്രൈവിംഗ്. ഇനി അടുത്ത എന്ത് എഴുതി കൊടുക്കാം? അടുത്തെന്ന് പറയുന്നത് നോട്ട് പേയിങ് അറ്റൻഷൻ. അറ്റൻഷൻ ഇല്ലാത്തത് ഒരു പ്രശ്നം തന്നെയാണ്. നോട്ട് പേയിങ് അറ്റൻഷൻ. പിന്നെന്താണ്? വാർണിംഗ് സൈൻസിനെ നോക്കാത്തത് അല്ലേ. അപ്പോൾ ഡിസ്റിഗാർഡിംഗ് വാർണിംഗ് സൈൻ ബോർഡ് എന്ന് എഴുതി കൊടുക്കാം. ഡിസ്റിഗാർഡിംഗ് വാർണിംഗ് സൈൻ ബോർഡ്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സെലക്ട് ആൻഡ് റൈറ്റ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. ഇതിലെ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വണ്, സീബ്ര ലൈൻസ് ആർ നോട്ട് പെഡസ്ട്രിയൻസ് ടു ക്രോസ് ദ റോഡ്. സീബ്ര ക്രോസിംഗ് എന്ന് പറയുന്നത് പെഡസ്ട്രിയൻ കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കടക്കാനുള്ളതാണ്. അത് ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലേ. അതുപോലെ പെഡസ്ട്രിയൻ ഷുഡ് വാക്ക് അലോങ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ വോൾ. എന്താണ്? ലെഫ്റ്റ് സൈഡിലൂടെയാണ് കാൽനട യാത്രക്കാർ നടക്കേണ്ടത്. ശരിയാണോ? അല്ല, റൈറ്റ് സൈഡിലൂടെയാണ്. അപ്പോൾ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ദർ ആർ മോർ ചാൻസസ് ഫോർ ആക്സിഡൻറ്റ് വെൻ യു ആർ നോട്ട് ഒബേയിങ് ട്രാഫിക് റൂൾസ്. നിങ്ങൾ ട്രാഫിക് റൂൾസ് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ആക്സിഡൻറ്റ്സ് ഉണ്ടാവാനുള്ള കാരണമാണ്. അതും ശരിയായിട്ടുള്ള കാരണമാണ്. ഡോണ്ട് പുട്ട് യുവർ ഹാൻഡ്സ് ഓർ ഹെഡ് ഔട്ട്സൈഡ് ദ വെഹിക്കിൾസ് വൈൽ ട്രാവലിംഗ്. നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് കൈയും തലയും പുറത്തിടരുത്. അതും ശരിയാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. പെഡസ്ട്രിയൻസ് ഷുഡ് വാക്ക് അലോങ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ റോഡ് എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ആക്ടിവിറ്റി നമ്പർ 5ലേക്ക് കടക്കാം. എന്താണ് ഇവിടെ? ഹലോ ഫ്രണ്ട്സ്, വി ആർ ഗോയിങ് ടു ബിൽഡ് എ ന്യൂ ഹോം. ഞങ്ങളൊരു പുതിയ വീട് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്.
ദെൻ കംപ്ലീറ്റ് ദ ഗിവൻ ടേബിൾ റിലേറ്റഡ് ടു ഹൗസ് കൺസ്ട്രക്ഷൻ. ഒരു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ റൂഫ് ഓഫ് ഹൗസസ്. എന്താണ്, വീടിൻ്റെ മേൽക്കൂര ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ് മെറ്റീരിയൽസ് നമ്മൾ മേലെ ഉപയോഗിക്കാറുള്ളത്? ഒരുപാട് മെറ്റീരിയൽസ് ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഫസ്റ്റ് നമ്മൾ കോൺക്രീറ്റ് ആണ് മെയിനായിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ കോൺക്രീറ്റ് എന്ന് എഴുതി കൊടുക്കുക. അതുപോലെ റൂഫ് ടൈല് ചെയ്യാറുണ്ട്, റൂഫ് ടൈല്. ഷീറ്റ് അല്ലേ, ആസ്പെറ്റൂസ് അതുപോലെയുള്ള ഷീറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. ഇനി മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ബിൽഡിംഗ് ദ വാൾ ഓഫ് ഹൗസസ്. വീടിൻ്റെ വാൾ നിർമ്മിക്കാൻ എന്തൊക്കെയുണ്ട്? ഒന്ന് സിമെൻറ്റ് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ സ്റ്റോൺ വെച്ചുകൊണ്ട് ഉപയോഗിക്കാറുണ്ട്. സ്റ്റോൺ അല്ലെങ്കിൽ ബ്രിക്സ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. ഇനി വുഡ് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വാൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇനി അടുത്തതിലേക്ക് കടക്കാം. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ജോബ്സ് ദെയർ കറസ്പോണ്ടിങ് ടൂൾസ് ഇൻ ദ കറക്റ്റ് ഓർഡർ. എന്താണ്, ഇവിടെ കുറച്ച് ജോബ്സും അവർ ഉപയോഗിക്കുന്ന ടൂൾസും കൊടുത്തിട്ടുണ്ട്. അതിനെ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മാച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഡോണ്ട് ബി ലേസി, ഫൗണ്ട് ഔട്ട് എ ബെറ്റർ ജോബ് ആൻഡ് ഇറ്റ്സ് സ്യൂട്ടബിൾ ടൂൾ. ഓക്കെ, ആ കുട്ടി പറയാണ് നിങ്ങൾ എന്താ ലേസി ആവരുത്, കറക്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാൻ, മാച്ച് ചെയ്ത് കൊടുക്കാൻ. ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് കാർപ്പൻ്റർ ആണല്ലേ. കാർപ്പൻ്റർ ഉപയോഗിക്കുന്നത് ഇതാണ്. ഇനി പെയിൻറ്റർ ഉപയോഗിക്കുന്നത് എന്താണ്, ബ്രഷാണ്. ഇവിടെ അടുത്ത എന്താണ്, ഒരു ഫിഷർമാൻ ആണല്ലേ, അയാൾ ഉപയോഗിക്കുന്നത് നെറ്റാണ്. അടുത്തത് ഒരു കർഷകനാണ്, കർഷകൻ ഉപയോഗിക്കുന്നത് കലപ്പയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നിങ്ങൾ മാച്ച് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം ഇതിലെ സി ആണ്. വിച്ച് ഈസ് ദ ഫോളോയിങ് ഓർഡർ ഫോർ കൺസ്ട്രക്ടിങ് എ ഹൗസ് ഫ്രം ദ ഫോളോയിങ്. താഴെയുള്ളതിൽ നിന്ന് ഏതാണ് ഒരു വീട് നിർമ്മാണത്തിന് കറക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ? റൂഫ്, വാള്, ഫൗണ്ടേഷൻ, ഫൗണ്ടേഷൻ, വാള്, റൂഫ്, വാള്, ഫൗണ്ടേഷൻ, റൂഫ്, ഫൗണ്ടേഷൻ, റൂഫ്, വാള്. അപ്പോൾ ആദ്യം നമുക്കറിയാം ഫൗണ്ടേഷൻ ആണല്ലേ. അപ്പോൾ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട രണ്ടെണ്ണാണുള്ളത്. ഇനി ഫൗണ്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നിൽ റൂഫാണ്. ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ നേരെ റൂഫാണോ കയറ്റുക? അല്ല, ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ വോളാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ആക്ടിവിറ്റി നമ്പർ 6 ആണ്. Teacher suggests to Miri and her friends to include different categories of food items in their diet to minimize nutritional deficiencies. അപ്പോൾ ടീച്ചർ പറയാണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭക്ഷ്യ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. കാറ്റഗറൈസ് ദ ഫുഡ് ഐറ്റംസ് ഗിവൺ ഇൻ ദ ബോക്സ് ബിലോ അണ്ടർ പ്രോപ്പർ ഹെഡിങ്സ് ഇൻ ദ ഫോളോയിങ് ടേബിൾ. അപ്പോൾ ഈ ടേബിളിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ഓരോന്നിനെയും കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മൾ എഴുതി കൊടുക്കണം. തന്നിട്ടുള്ളത് ഗ്രീൻ ഗ്രാം, ആപ്പിൾ, ഓറഞ്ച്, പംകിൻ, സ്പിനാച്ച്, കൊളോക്കാഷ്യ, ചിക്പി എന്ന് പറഞ്ഞാൽ ബംഗാൾ ഗ്രാം, ടാപ്പിയോക്കോ, മുരിങ്ങ ലീവ്സ്, ബ്രിഞ്ചാൾ. ഇതിൽ ഫസ്റ്റ് ട്യൂബേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ട്യൂബേഴ്സിൽ വരുന്നത് ഏതൊക്കെയാണ്? ഒന്ന് വരുന്നത് ടാപ്പിയോക്ക. അപ്പോൾ ഇവിടെ എന്ത് എഴുതുക, ടാപ്പിയോക്കോ എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, പിന്നെ വരുന്നത് കൊളക്കാഷ്യാണ്, അതും കൂടെ എഴുതി കൊടുക്കുക. ഇനി ചിക്പി എന്ന് പറയുന്നത് എന്താണ്, പൾസസ് ആണല്ലേ. സോ പൾസസ് എന്ന് ഹെഡിങ് കൊടുക്കുക. ചിക്പി വരും. അതുപോലെ തന്നെ ചിക്പി, ബംഗാൾ ഗ്രീൻ ഗ്രാമും വരും. ഗ്രീൻ ഗ്രാം എന്ന് പറഞ്ഞാൽ ചെറുപയർ. ഇനി അടുത്തത് ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. അതിൽ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം, ലീഫി വെജിറ്റബിൾസ് എന്ന് കൊടുക്കാം. ലീഫി വെജിറ്റബിൾസ് അതിലെന്തൊക്കെ വരും? ഒന്ന് വരും സ്പിനാച്ച്, അതുപോലെ തന്നെ മുരിങ്ങ ലീവ്സും വരും. അടുത്ത വെജിറ്റബിൾസിൽ എന്തൊക്കെ വരും? പംകിൻ, ബ്രിഞ്ചാൾ, ആണ് കേട്ടോ, ബ്രിഞ്ചാൾ. ഇനി അടുത്തത് നമുക്ക് ഫ്രൂട്ട്സ് എന്നുള്ളത് കൊടുക്കാം അല്ലേ. ഇതിൽ ഫ്രൂട്ട്സ് പറയുന്നുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് എന്ന് കൊടുക്കാം. ഫ്രൂട്ട്സിൽ ആപ്പിള്, അതുപോലെ തന്നെ ഓറഞ്ച്, ഇത് രണ്ടും ഫ്രൂട്ട്സിലും കൊടുക്കാം. ഇനി നെക്സ്റ്റ് ബി ചോദ്യമാണ്. ഐ എം എ സീരിയൽ. ഞാൻ എന്താണ്, ഒരു സീരിയലാണ്. കൊറനാഗറ്റി ഈസ് എ ഡിഷ് പ്രിപ്പയർഡ് ബൈ ദ ട്രൈബൽ പീപ്പിൾ ഇൻ ഇടമാലക്കുടി ബൈ യൂസിങ് മീ. എന്താണ്, കോരങ്കട്ടി എന്ന് പറയുന്ന ഒരു ഡിഷിൻ്റെ പേരാണ്. ഈ ഒരു ട്രൈബ്സ് ആളുകളൊക്കെ ഇടമാലക്കുടി എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഹു ആം ഐ എന്നാണ് ചോദിക്കുന്നത്. ഏതാണെന്ന് അറിയോ? രാഗിയാണ് കേട്ടോ. രാഗിയാണ് നമ്മൾ ആ ഒരു ഡിഷിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത്. രാഗിയാണ്. സി ചോദ്യം. വൈ ഇറ്റ് ഈസ് സേസ് ദാറ്റ് ഫുഡ് ഷുഡ് ബി ഈറ്റ് വെൽ ച്യൂഡ്. എന്തുകൊണ്ടാണ് ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്.
ഡോണ്ട് യു ഹിയർ അപ്പൂസ് ഡൗട്ട്? അപ്പുവിൻ്റെ ഡൗട്ട് നിങ്ങൾ കേട്ടില്ലേ? വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ചൂയിങ് ഫുഡ്? എന്തിനാണ് ഭക്ഷണം നന്നായിട്ട് അരച്ച് കഴിക്കുന്നത്? ബിക്കോസ് എന്താണ്? ഡൈജഷൻസ് ബിക്കംസ് ഈസി അല്ലേ? ഡൈജഷൻസ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു റീസൺ എന്ന് പറയുന്നത് ഡൈജഷൻ becomes easy. അതുപോലെ ഡിഫറെൻറ്റ് ടേസ്റ്റ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ്. ഓക്കെ, ഡിഫറെൻറ്റ് ടേസ്റ്റ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ്. ഓക്കെ, ഇതിനൊക്കെയാണ് നമ്മൾ ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി. ഇതന്നെ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് എന്തായാലും നന്നായിട്ട് എക്സാം എഴുതാൻ വേണ്ടി പറ്റും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.